കഴിഞ്ഞ ഓക്കിയിൽ ഭീമാബേബിയുടെ 3 പിള്ളേരും പോയി. ഫിഷറീസിലൊരു പണിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും താമസം ക്യാമ്പിലാണ്. അക്കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതും ആ അലീഖാന്റെ വക, സർക്കാരിന്റെ വക. നമുക്ക് ആ ജോലിയും വേഗം ശരിയാക്കാം. എന്ത് സാറേ, വീടിന്റെ കാര്യം ഒന്നും ആയിട്ടില്ല സാറേ. ഉണ്ടായിരുന്ന പരേഡവും ഓഫീസർമാർ വേലയിട്ട് മൂടി. ക്യാമ്പിൽ തുണി മാറ്റാൻ പോലും ഇടയില്ല സാറേ. ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നത്. കറണ്ടും വെള്ളത്തിനുള്ള ലൈൻബിൽ നടക്കണ്ട്. ഞാൻ തിരക്കില്ലാന്ന് നിങ്ങൾ പറയുന്നു. വേറൊരു ഗതിയില്ലാത്തോണ്ടാണ് സാറേ. എന്തേലും വെക്കനെ ചെയ്യണം. നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. എല്ലാത്തിനും വേഗത്തിൽ ഞാൻ ചെയ്തു. എടവത്തുറന്ന ചേച്ചി, പേര് ഷെർലി. കൊച്ചിന് വിശക്കണ്, ഇങ്ങ് കൊടു. നീ ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യൂല. ആരോ ഞാമ്മ? നീ തിളപ്പിക്കാൻ വൈ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വെളിപ്പോയി. എന്നിട്ടോടി നീ ഇവിടെ ഉള്ളവർക്ക് മേലെ കൈ ഓങ്ങാൻ തുടങ്ങിയേ? എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ പിന്നെ മിണ്ടായിരിക്കണം. ആരടി എന്റെ ഫ്രണ്ട്? എടി ആരെന്ന്? ഉമ്മ കണ്ടാളി തന്നെ. ലിക്ക ബിസിനസ് ചെയ്യണ യൂസഫ് അങ്കിളുടെ മോൻ ആസിം. നമ്മളിപ്പോയിട്ട് മോശമൊന്നും അല്ലല്ലോ. നിനക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ വീട്ടിൽ തിരിച്ചു വന്നേ. അത് നീ വന്നാടി. സാർ അലിഖാൻ്റെ മോളാണ്. അകത്തുനിന്ന് വലിയ മീറ്റിംഗ് നടക്കാണ്. ഇപ്പൊ കയറണം മോളെ. ആറല്ല, എന്തിനാണ് മോളെ കണ്ടില്ല? ഇപ്പൊ അച്ഛനും മോളെ നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇക്കാക്കൻ പോയതല്ലേ ഹജ്ജിന്? അത് നിങ്ങളുടെ മക്കൾ വിഷമിച്ചാ? നീ അലിഖാന്റെ വിഷയമല്ലേ? അപ്പൊ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ ആര് നോക്കും മോളെ? എൻ്റെ ഇക്കാക്ക അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ എന്നെ അടിച്ച്. ഉപ്പ വർത്താനം പറയണ മക്കളെ. നീ കഴിച്ചാ? എന്നാ അമ്മയും വിളിച്ചോണ്ടേ കഴിക്കും. ഉപ്പ വരാം. കഴിഞ്ഞ ഓക്കിയിൽ നിങ്ങൾ ഈ തുറക്കാർക്ക് വാക്ക് കൊടുത്താണ് 6 മാസത്തിനുള്ളിൽ പുതിയ കെട്ടിടം പണിഞ്ഞു കൊടുക്കാം. എന്തിനാണ് അലിക്ക? ബിൽഡിംഗ് ഏതാണ്ട് ആയില്ല. കൂടി ഒരു 3 മാസം, അതിനുള്ളിൽ പണി തീരും. സുനാമി കഴിഞ്ഞപ്പോഴും നിങ്ങൾ അത് തന്നെയല്ലേ പറഞ്ഞത്? കേരളത്തിന്റെ സാമ്പത്തിക ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം റോളിംഗ് അല്ലേ അലിക്ക? അവിടുന്ന് എടുത്ത് ഇവിടെ കാണിച്ച്, ഇവിടുന്ന് എടുത്ത് അവിടെ കാണിച്ച്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതിപ്പോൾ ഹാർബർ പോയിന്റിന്റെ സ്റ്റേ 3 മാസത്തിനകത്ത് തീർപ്പാകും. പിന്നെ ഈ സ്ഥലമൊക്കെ വല്ല കോർപ്പറേറ്റുകൾ കൊണ്ടുപോകും. ഇപ്പം സ്വാമിക്ക് ലേലം ഉറപ്പിച്ചു കൊടുത്ത സ്ഥലം എടുത്താരുടെ കിടക്കും. അലിക്ക അതിനെ എതിരെ നിൽക്കായിരുന്നാൽ മതി. ബിരിയാണി എങ്ങനെ ഇരിക്കണം സ്വാമി? കൊള്ളാമാ? ഓ, എങ്കിൽ ബാക്കി ബിരിയാണി ജെല്ലിയിൽ പുറത്തു വരും. ഇപ്പോൾ ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന മുക്കോമാരല്ലടാ പുറത്ത് നിന്നെ വിശ്വസിച്ച് നിൽക്കണം. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഇവിടെ നിന്ന് ഒരു തരി മണ്ണൂര് നീ കൊണ്ടുപോകില്ല. മേലായിമാരി ആൾക്കാരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന നിനക്കെന്നെ അറിയാലോ, കൊന്ന് ഞാൻ കടലിൽ തള്ളു. അലിക്ക അത് വിട്ടേര്. സ്വാമി ഒരു ആവശ്യം ചോദിച്ചു വന്നപ്പം ഇപ്പം തന്നെ അയാളെ പറഞ്ഞു വിട്ടേക്കാം. നീ എൻ്റെ കൂടി എല്ലാം നിർത്താൻ പറയുമ്പോൾ ഇതുള്ള നന്ദി കെട്ടവന്മാർ നാട് മുഴുവൻ എഴുതി വെക്കൂടി. ഈ നാട്ടുകാരും നമ്മുടെ സൽക്കാരം പ്രതീക്ഷിച്ച് വരുന്നവരല്ല. ഇവിടെ തിരിച്ചു പോകുമ്പോൾ അലീക്ക നോയിക്കോളൂ എന്നൊരു വിശ്വാസം, അത് നശിപ്പിച്ചിട്ട് അവനോട് ഈ പോക്ക്. ദൈവത്തിന്റെ മുകളിലല്ലല്ലോ ഒരലിക്കും. ഈ പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായത് എങ്ങനെ? നമ്മുടെ മോനെ തിരിച്ചു കൊടുത്തിട്ട് തന്നെ അല്ലേ? ഒരു 10 ദിവസം നമ്മുടെ അമീറിനെ കരുതിയെങ്കിലും നിങ്ങൾ പോയിട്ട് വാ.
അസ്സലാമലൈക്കും